ഈ നിമിഷം നിങ്ങൾ ഈ വാക്കുകൾ കേൾക്കുന്നു. അത് യാദൃച്ഛികമല്ല. ദൈവം നിങ്ങളെ ഇവിടേക്ക് നയിച്ചതാണ്. ഒരു നിമിഷം ശ്വാസമെടുക്കുക, പതുക്കെ, ശാന്തമായി. നിങ്ങളിപ്പോൾ എവിടെയാണെങ്കിലും, വീട്ടിലായാലും ജോലിസ്ഥലത്തായാലും യാത്രയിലായാലും രാത്രിയുടെ നിശബ്ദതയിലായാലും ദൈവം നിങ്ങളോടൊപ്പമുണ്ട്. നിങ്ങൾ ഒറ്റയ്ക്കല്ല, ഒരിക്കലും ഒറ്റയ്ക്കായിരുന്നിട്ടില്ല. നിങ്ങളുടെ കുടുംബവും ഒറ്റയ്ക്കല്ല. ഒരുപക്ഷെ നിങ്ങളുടെ ഹൃദയം ഇന്ന് ഭാരം നിറഞ്ഞതാകാം. നിങ്ങളുടെ മക്കളെക്കുറിച്ചുള്ള ആശങ്ക, ജീവിത പങ്കാളിയെക്കുറിച്ചുള്ള വേവലാതി, വീട്ടിലെ സാഹചര്യങ്ങളെക്കുറിച്ചുള്ള ഉത്കണ്ഠ, ഇതൊക്കെ നിങ്ങൾക്ക് തോന്നിയേക്കാം. പക്ഷേ ഈ നിമിഷം ആ ഭാരങ്ങളൊന്ന് താഴെ വയ്ക്കുക. ദൈവത്തിൻ്റെ സാന്നിധ്യത്തിൽ അവ ഇറക്കി വയ്ക്കുക. നിങ്ങളിവിടെയുണ്ട്, ദൈവവും ഇവിടെയുണ്ട്. അതുമാത്രം ഇപ്പോൾ മതി. നിങ്ങളുടെ കുടുംബത്തിനു വേണ്ടി പ്രാർത്ഥിക്കാൻ നിങ്ങൾ വന്നു. അത് വളരെ മനോഹരമായ ഒരു കാര്യമാണ്. ഒരു അമ്മയുടെ, ഒരു അച്ഛൻ്റെ, ഒരു മാതാപിതാവിൻ്റെ ഹൃദയത്തിൽ നിന്നുള്ള ഈ പ്രാർത്ഥന ദൈവം അതിനെ വിലമതിക്കുന്നു. അതിനാൽ പതുക്കെ, ശാന്തമായി നമുക്കൊരുമിച്ച് ദൈവസന്നിധിയിലേക്ക് നടക്കാം. ഓരോ ദിവസവും നിങ്ങൾ ഉണരുമ്പോൾ ആദ്യം മനസ്സിലേക്ക് വരുന്നത് എന്താണ്? ഒരുപക്ഷെ ഇന്ന് എൻ്റെ മക്കൾ സുരക്ഷിതരായിരിക്കുമോ? ജോലിയിൽ എന്തെങ്കിലും പ്രശ്നമുണ്ടാകുമോ? വീട്ടിലെ സാമ്പത്തികം എങ്ങനെ മുന്നോട്ട് കൊണ്ടുപോകും? ഈ ചിന്തകൾ ആർക്കും ഉണ്ടാകുന്നതാണ്. ഇത് ദൗർബല്യമല്ല. കുടുംബത്തെ സ്നേഹിക്കുന്നത് കൊണ്ടാണ് ഈ ആശങ്കകൾ ഉണ്ടാകുന്നത്. ചിലപ്പോൾ രാത്രിയിൽ ഉണർന്നിരിക്കുമ്പോൾ മക്കൾ ഉറങ്ങുന്നത് നോക്കി നിങ്ങളിരിക്കും. അവരുടെ ശ്വാസം കേൾക്കും. എന്നിട്ട് മനസ്സിലൊരു പ്രാർത്ഥന വീരും, ദൈവമേ, ഇവരെ കാത്തുകൊള്ളണേ. ചിലപ്പോൾ ജോലിക്ക് പോകുമ്പോൾ വീട്ടിൽ ആരോ ഒരാൾ അസുഖത്തിലാണ്. നിങ്ങൾ ജോലി ചെയ്യുന്നുണ്ട്, പക്ഷേ മനസ്സ് മുഴുവൻ അവിടെയാണ്. ചിലപ്പോൾ വാർത്തകളിൽ കാണുന്ന അപകടങ്ങളും ദുരന്തങ്ങളും നിങ്ങളുടെ ഹൃദയത്തെ ഭയപ്പെടുത്തും. ഇതെൻ്റെ കുടുംബത്തിന് സംഭവിച്ചാലോ? ഈ ചിന്ത ഒരു നിഴൽ പോലെ പിന്തുടരും. ഇതെല്ലാം സ്വാഭാവികമാണ്. ഇത് നിങ്ങളുടെ സ്നേഹത്തിൻ്റെ ഭാഗമാണ്. പക്ഷേ ഈ ഭാരങ്ങളെല്ലാം ഒറ്റയ്ക്ക് ചുമക്കേണ്ടതല്ല. ആ ഭാരം നിങ്ങളുടേത് മാത്രമല്ല. ദൈവം അത് പങ്കുവയ്ക്കാൻ തയ്യാറാണ്. ഇപ്പോൾ ഒരു കാര്യം ഓർക്കുക, ദൈവത്തിൻ്റെ സംരക്ഷണം എപ്പോഴും കണ്ണുകൊണ്ട് കാണാൻ കഴിയുന്ന ഒന്നല്ല. ചിലപ്പോൾ ഒന്നും സംഭവിക്കാതെ പോകുന്നതാണ് ഏറ്റവും വലിയ സംരക്ഷണം. ആ അപകടം ഉണ്ടായില്ല, ആ രോഗം വന്നില്ല, ആ പ്രശ്നം നിങ്ങളെ തൊട്ടില്ല. ഇതെല്ലാം യാദൃച്ഛികമല്ല. ഇത് ദൈവത്തിൻ്റെ കരങ്ങൾ നിങ്ങളുടെ കുടുംബത്തിന് ചുറ്റുമുണ്ടായിരുന്നതിൻ്റെ തെളിവാണ്. നിങ്ങൾ പലപ്പോഴും ചിന്തിക്കാറുണ്ടാകും, ദൈവം എവിടെയാണ്? ഞങ്ങളെ കേൾക്കുന്നുണ്ടോ? പക്ഷേ ദൈവം നിങ്ങളുടെ മുന്നിൽ നടക്കുന്നുണ്ട്. നിങ്ങൾ കാണാത്ത അപകടങ്ങളിൽ നിന്ന് വഴിമാറ്റുന്നുണ്ട്. നിങ്ങളുടെ പിന്നിൽ നിന്ന് സംരക്ഷിക്കുന്നുണ്ട്. നിങ്ങളുടെ ചുറ്റിലും ഒരു മതിൽ പോലെ നിൽക്കുന്നുണ്ട്. നിങ്ങളുടെ വീടിന് മുകളിൽ ദൈവത്തിൻ്റെ കൈകളുണ്ട്. നിങ്ങളുടെ മക്കൾ പോകുന്ന വഴികളിൽ ദൈവത്തിൻ്റെ ദൂതന്മാരുണ്ട്. നിങ്ങൾ ഉറങ്ങുമ്പോൾ ദൈവം ഉറങ്ങുന്നില്ല, ദൈവം മയങ്ങുന്നില്ല. ഈ സംരക്ഷണം നിങ്ങൾ ചോദിക്കുന്നതിന് മുൻപേ ആരംഭിച്ചതാണ്. നിങ്ങളുടെ പ്രാർത്ഥന തുടങ്ങുന്നതിന് മുൻപേ ദൈവം പ്രവർത്തിച്ചു തുടങ്ങിയതാണ്. അതുകൊണ്ട് ഭയപ്പെടേണ്ട. ദൈവമുണ്ട്, ദൈവം കൂടെയുണ്ട്, ദൈവം അറിയുന്നുണ്ട്. ഇനിയൊരു നിമിഷം വളരെ പഴയൊരു കഥ ഓർക്കാം. യോശുവ എന്നൊരു മനുഷ്യനുണ്ടായിരുന്നു. അദ്ദേഹം ദൈവജനത്തെ വാഗ്ദത്ത ദേശത്തേക്ക് നയിച്ചു. മരുഭൂമിയിലൂടെ, യുദ്ധങ്ങളിലൂടെ, ക്ഷീണത്തിലൂടെ, ഭയത്തിലൂടെ അദ്ദേഹം ജനത്തെ നയിച്ചു. ഒടുവിൽ ജീവിതത്തിൻ്റെ അവസാന ഘട്ടത്തിൽ യോശുവ ജനത്തോടൊരു കാര്യം പറഞ്ഞു. ഒരു കൽപ്പനയല്ല, ഒരു ശാസനയല്ല, ഒരു തീരുമാനം. അദ്ദേഹത്തിൻ്റെ സ്വന്തം തീരുമാനം. ഞാനും എൻ്റെ കുടുംബവും യഹോവയെ സേവിക്കും. ഈ വാക്കുകൾ ഒന്നുകൂടി കേൾക്കുക. ഞാനും എൻ്റെ കുടുംബവും യഹോവയെ സേവിക്കും. ഈ വാക്കുകൾ പറയുമ്പോൾ യോശുവയുടെ മുഖം കാണുക. ഒരു അച്ഛൻ്റെ മുഖം, തൻ്റെ മക്കളെ സ്നേഹിക്കുന്ന ഒരു മനുഷ്യൻ്റെ മുഖം, തൻ്റെ കുടുംബത്തെ ദൈവത്തിൻ്റെ കൈകളിൽ സമർപ്പിക്കുന്ന ഒരാളുടെ മുഖം. ഇന്ന് ഈ വാക്കുകൾ നിങ്ങളുടേതുമായിരിക്കട്ടെ. ഞാനും എൻ്റെ കുടുംബവും യഹോവയെ സേവിക്കും. യോശുവ വലിയ യുദ്ധങ്ങൾ ജയിച്ചവനായിരുന്നു. പക്ഷേ അദ്ദേഹത്തിൻ്റെ ഏറ്റവും ശക്തമായ നിമിഷം ഒരു യുദ്ധഭൂമിയിലല്ല, തൻ്റെ കുടുംബത്തിന് വേണ്ടി ദൈവത്തെ തെരഞ്ഞെടുത്ത ആ നിമിഷത്തിലായിരുന്നു. ഇന്ന്, ഇപ്പോൾ നിങ്ങളും ആ തീരുമാനമെടുക്കുകയാണ്. നിങ്ങളുടെ കുടുംബത്തെ ദൈവത്തിൻ്റെ കൈകളിൽ സമർപ്പിക്കുകയാണ്. അതാണ് ഈ പ്രാർത്ഥന. ഇനി നിങ്ങളുടെ കുടുംബത്തെക്കുറിച്ചൊന്ന് ചിന്തിക്കുക. നിങ്ങളുടെ മക്കൾ, ചെറിയവരായാലും വലിയവരായാലും, അവർ ഓരോ ദിവസവും പുറത്തേക്ക് പോകുമ്പോൾ നിങ്ങളുടെ ഹൃദയവും അവരുടെ കൂടെ പോകുന്നു. സ്കൂളിലേക്ക് പോകുന്ന കുട്ടി, കോളേജിലേക്ക് പോകുന്ന മകൻ അല്ലെങ്കിൽ മകൾ, ജോലിക്ക് പോകുന്ന ജീവിത പങ്കാളി, ഓരോ യാത്രയും നിങ്ങൾക്കൊരു പ്രാർത്ഥനയാണ്. ദൈവമേ, അവരെ സുരക്ഷിതമായി തിരികെ കൊണ്ടുവരണേ. ഈ പ്രാർത്ഥന ആയിരക്കണക്കിന് മാതാപിതാക്കളുടെ ഹൃദയത്തിൽ നിന്ന്
ഓരോ ദിവസവും ഉയരുന്നതാണ്. ചിലപ്പോൾ കുടുംബത്തിൽ ഐക്യമില്ലായ്മ അനുഭവപ്പെടും. ചെറിയ തർക്കങ്ങൾ, ധാരണയില്ലായ്മ, ദേഷ്യം, നിശബ്ദമായ വേദന, ഇതൊക്കെ ഏത് കുടുംബത്തിലും ഉണ്ടാകാം. ചിലപ്പോൾ മക്കൾ വളർന്ന് ദൂരെ പോകുമ്പോൾ അവർ ദൈവത്തിൽ നിന്ന് അകലുന്നോ എന്ന ഭയമുണ്ടാകും. അവരുടെ തീരുമാനങ്ങൾ ശരിയാകുമോ എന്ന ആശങ്ക, അവരെ സംരക്ഷിക്കാൻ കഴിയുന്നില്ല എന്ന നിസ്സഹായത, ചിലപ്പോൾ വാർത്തകളിൽ കാണുന്ന അപകടങ്ങൾ, കുറ്റകൃത്യങ്ങൾ, രോഗങ്ങൾ, ഇതെല്ലാം നിങ്ങളുടെ മനസ്സിനെ അസ്വസ്ഥമാക്കും. എൻ്റെ കുടുംബം സുരക്ഷിതമാണോ? ഈ ചോദ്യം ദൈവത്തിൻ്റെ മുന്നിൽ ഇറക്കി വയ്ക്കുക, ദൈവത്തിൻ്റെ കൈകളിൽ ഏൽപ്പിക്കുക. ഇനി ഒരുമിച്ച് പ്രാർത്ഥിക്കാം, ശാന്തമായി, പതുക്കെ, ഹൃദയത്തിൻ്റെ ആഴത്തിൽ നിന്ന്. ശ്രോതാവിനായുള്ള പ്രാർത്ഥന. കർത്താവെ, ഈ പ്രാർത്ഥന കേൾക്കുന്ന ഈ വ്യക്തിയെ നീ ഇപ്പോൾ നോക്കണേ. ഇവരുടെ ഹൃദയം നീ അറിയുന്നു, ഇവരുടെ ഭയങ്ങൾ നീ അറിയുന്നു, ഇവരുടെ ക്ഷീണം നീ അറിയുന്നു. കർത്താവെ, ഇവർക്ക് ശക്തി നൽകണേ, അടുത്ത ചുവട് വയ്ക്കാനുള്ള ധൈര്യം നൽകണേ, ഈ ദിവസം മുന്നോട്ട് പോകാനുള്ള കൃപ നൽകണേ. ഇവരുടെ ശരീരത്തിന് വിശ്രമം നൽകണേ, ഇവരുടെ മനസ്സിന് സമാധാനം നൽകണേ, ഇവരുടെ ആത്മാവിന് ശാന്തി നൽകണേ. കർത്താവെ, ഈ വ്യക്തി ഇന്ന് എവിടെ പോയാലും നിൻ്റെ കൈകൾ ഇവരെ ചുറ്റിയിരിക്കട്ടെ. ഇവർ നടക്കുന്ന വഴിയിൽ നിൻ്റെ വെളിച്ചമുണ്ടായിരിക്കട്ടെ. ഇവരിയ്ക്കുന്ന ഇടത്ത് നിൻ്റെ സാന്നിധ്യമുണ്ടായിരിക്കട്ടെ. കുടുംബത്തിനും അടുത്തവർക്കുമായുള്ള പ്രാർത്ഥന. കർത്താവെ, ഇനി ഈ വ്യക്തിയുടെ കുടുംബത്തിനായി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഇവരുടെ മക്കളെ കാത്തുകൊള്ളണേ. ഓരോ ദിവസവും, ഓരോ നിമിഷവും അവർ സ്കൂളിലായിരുന്നാലും, ജോലിയിലായിരുന്നാലും, സുഹൃത്തുക്കളോടൊപ്പമായിരുന്നാലും, യാത്രയിലായിരുന്നാലും നിൻ്റെ ദൂതന്മാർ അവരെ ചുറ്റി നിൽക്കട്ടെ. ഈ വ്യക്തിയുടെ ജീവിത പങ്കാളിയെ അനുഗ്രഹിക്കണേ. അവരുടെ ജോലിയിൽ, അവരുടെ ആരോഗ്യത്തിൽ, അവരുടെ മനസ്സിൻ്റെ സമാധാനത്തിൽ. ഈ വീട്ടിലെ വയോധികരെ അനുഗ്രഹിക്കണേ. അവർക്ക് ആരോഗ്യം നൽകണേ, അവർക്ക് സന്തോഷം നൽകണേ. അവരുടെ ബാക്കിയുള്ള ദിനങ്ങൾ സമാധാനപൂർണ്ണമായിരിക്കട്ടെ. കർത്താവെ, ഈ കുടുംബത്തിൽ ഐക്യമുണ്ടായിരിക്കട്ടെ, സ്നേഹമുണ്ടായിരിക്കട്ടെ, ക്ഷമ ഉണ്ടായിരിക്കട്ടെ, പരസ്പരം മനസ്സിലാക്കാനുള്ള ഹൃദയമുണ്ടായിരിക്കട്ടെ. തകർന്ന ബന്ധങ്ങളുണ്ടെങ്കിൽ നീ അവ ഉണക്കണേ. ദൂരങ്ങളുണ്ടെങ്കിൽ നീ അവ അടുപ്പിക്കണേ. മൗനങ്ങളുണ്ടെങ്കിൽ നീ അവയെ സംഭാഷണങ്ങളാക്കണേ. സംഭവിക്കാത്ത കാര്യങ്ങൾക്കായുള്ള പ്രാർത്ഥന കർത്താവേ, ഞങ്ങളറിയാത്ത സംരക്ഷണങ്ങൾക്ക് നന്ദി. ഉണ്ടാകുമായിരുന്ന ആ അപകടം നീ തടഞ്ഞതിന് നന്ദി. വരുമായിരുന്ന ആ രോഗം നീ മാറ്റിയതിന് നന്ദി. സംഭവിക്കുമായിരുന്ന ആ തകർച്ച നീ തടുത്തതിന് നന്ദി. ഞങ്ങൾ കാണാത്ത ഓരോ സംരക്ഷണത്തിനും നന്ദി. ഞങ്ങളറിയാത്ത ഓരോ രക്ഷയ്ക്കും നന്ദി. കർത്താവെ, ഇനിയും ഞങ്ങളെ സംരക്ഷിക്കണേ. ഞങ്ങൾ കാണാത്ത പ്രശ്നങ്ങളിൽ നിന്ന് മാറ്റി നിർത്തണേ. ഞങ്ങളറിയാതെ വരുന്ന ആപത്തുകളിൽ നിന്ന് കാക്കണേ. ഈ കുടുംബത്തിൻ്റെ വീട്ടിന് മുകളിൽ നിൻ്റെ കൈകൾ ഒരു മേലാപ്പ് പോലെ ഉണ്ടായിരിക്കട്ടെ. ഈ കുടുംബം സഞ്ചരിക്കുന്ന വഴികളിൽ നിൻ്റെ ദൂതന്മാർ കാവലായി നിൽക്കട്ടെ. പേര് പറയാനാകാത്ത ഭയങ്ങൾക്കായുള്ള പ്രാർത്ഥന കർത്താവേ, ഇനി ഞങ്ങൾ ഒരു കാര്യം കൂടി നിൻ്റെ മുന്നിൽ ഇറക്കി വയ്ക്കുന്നു. ചില ഭയങ്ങളുണ്ട്, അവയ്ക്ക് പേരിടാൻ കഴിയില്ല. അവ എന്താണെന്ന് വ്യക്തമായി പറയാൻ കഴിയില്ല. പക്ഷേ അവ ഹൃദയത്തിലുണ്ട്. അവ മനസ്സിൻ്റെ ഒരു കോണിലിരിക്കുന്നു. രാത്രിയിൽ ചിലപ്പോൾ അവ ഉണരും. നിശബ്ദതയിൽ അവ ശബ്ദമുയർത്തും. കർത്താവെ, ആ ഭയങ്ങളെ നീ അറിയുന്നു. ഞങ്ങൾ പറയാതെ തന്നെ നീ മനസ്സിലാക്കുന്നു. ആ ഭയങ്ങളുടെ മേൽ നിൻ്റെ സമാധാനം ഇറക്കണേ. ആ ഉത്കണ്ഠയുടെ മേൽ നിൻ്റെ ശാന്തി ഇറക്കണേ. എന്താണ് സംഭവിക്കുക എന്ന ഭയം ദൈവം കൂടെയുണ്ട് എന്ന ഉറപ്പാക്കി മാറ്റണേ. കർത്താവെ, ഈ കുടുംബം സുരക്ഷിതമാണ് നിൻ്റെ കൈകളിൽ. ഈ വീട് അനുഗ്രഹിക്കപ്പെട്ടതാണ് നിൻ്റെ സാന്നിധ്യത്താൽ. ഈ മക്കൾ കാക്കപ്പെട്ടവരാണ് നിൻ്റെ കൃപയാൽ. ആകയാൽ ഞങ്ങൾ ഭയപ്പെടുകയില്ല, ഞങ്ങൾ കുലുങ്ങുകയില്ല. ഞങ്ങൾ നിന്നിൽ ആശ്രയിക്കുന്നു. യോശുവായോടൊപ്പം ഞങ്ങളും പറയുന്നു, ഞാനും എൻ്റെ കുടുംബവും യഹോവയെ സേവിക്കും, ഇന്നും നാളെയും എന്നും. ഈ പ്രാർത്ഥന ഇവിടെ അവസാനിക്കുന്നില്ല. ഇത് നിങ്ങളുടെ ദിവസത്തിൻ്റെ ഭാഗമാകട്ടെ. ഈ വാക്കുകൾ ഒരിക്കൽ കൂടി കേൾക്കാൻ ആഗ്രഹിക്കുന്നെങ്കിൽ വീണ്ടും പ്ലേ ചെയ്യുക. ജോലി ചെയ്യുമ്പോൾ പശ്ചാത്തലത്തിലിടുക. രാത്രി ഉറങ്ങുന്നതിന് മുൻപ് കേൾക്കുക. ഈ പ്രാർത്ഥന നിങ്ങളുടെ കുടുംബത്തിന് വേണ്ടി ഉയരുന്ന ഒരു ശബ്ദമാണ്. അത് ആവശ്യമുള്ളപ്പോഴെല്ലാം ഈ ശബ്ദം കേൾക്കുക. നിങ്ങൾക്കിത് പ്രയോജനകരമായി തോന്നുന്നെങ്കിൽ നിങ്ങളുടെ പ്രിയപ്പെട്ട ഒരാൾക്ക് ഈ പ്രാർത്ഥന പങ്കുവയ്ക്കുക. ഒരു സുഹൃത്തിന്, ഒരു കുടുംബാംഗത്തിന്, ഒരു അയൽവാസിക്ക്. ഒരുപക്ഷെ ഇന്ന് അവർക്കും ഇത് ആവശ്യമായിരിക്കാം. ഇനി പതുക്കെ ഈ പ്രാർത്ഥന അതിൻ്റെ ശാന്തമായ അവസാനത്തിലേക്ക് വരുന്നു. നിങ്ങളുടെ ഹൃദയം ഇപ്പോൾ ഒന്ന് ശാന്തമായിട്ടുണ്ടെങ്കിൽ അത് ദൈവത്തിൻ്റെ സ്പർശമാണ്. നിങ്ങളുടെ മനസ്സിൽ ഒരു ചെറിയ സമാധാനം തോന്നുന്നുണ്ടെങ്കിൽ അത് ദൈവത്തിൻ്റെ ഉത്തരമാണ്. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. നിങ്ങളുടെ കുടുംബത്തെ അനുഗ്രഹിക്കട്ടെ. നിങ്ങളുടെ മക്കളെ അനുഗ്രഹിക്കട്ടെ. നിങ്ങളുടെ വീട്ടിനെ അനുഗ്രഹിക്കട്ടെ.
ദൈവത്തിൻ്റെ സമാധാനം രാവിലെ മുതൽ രാത്രി വരെ നിങ്ങളോടൊപ്പം ഉണ്ടായിരിക്കട്ടെ. ദൈവത്തിൻ്റെ സംരക്ഷണം നിങ്ങൾ ഉറങ്ങുമ്പോഴും ഉണരുമ്പോഴും നിങ്ങളെ ചുറ്റി നിൽക്കട്ടെ. ദൈവത്തിൻ്റെ സ്നേഹം ഈ കുടുംബത്തിൻ്റെ ഓരോ അംഗത്തിൻ്റെ ഹൃദയത്തിലും ഒരു ദീപം പോലെ എരിഞ്ഞു നിൽക്കട്ടെ. നിങ്ങൾ ഒറ്റയ്ക്കല്ല, നിങ്ങളുടെ കുടുംബം ഒറ്റയ്ക്കല്ല, ദൈവം കൂടെയുണ്ട്. ഈ ദിവസം, ഈ രാത്രി, ഈ യാത്ര, ഈ ജീവിതം സമാധാനത്തോടെ പോകുക. ദൈവം നിങ്ങളെ കാക്കുന്നു. ആമേൻ.